അല്ലെ? അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടെ നമ്മളുടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് അല്ലെ, 2 കാര്യങ്ങളാണ് 10 ലക്ഷം രൂപ നേടാൻ. ഒന്ന്, പണം കയ്യിലുള്ളവർക്ക് ആ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഇൻവെസ്റ്റർ ആയിട്ട് മാറിക്കൊണ്ട് ഹൈ റിട്ടേൺ കൊണ്ട് നമുക്ക് സമ്പന്നനാവാം. 2, അത് വിറ്റുകൊണ്ടും സമ്പന്നാവും. അപ്പൊ നമ്മൾ ഈ 2 ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട 9 നിയമങ്ങൾ. അപ്പൊ നമ്മൾ പഠിച്ചു, ജസ്പേഡിൽ നിന്ന് പണം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ 7 കോർ വാല്യൂസ് മാച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അതോടൊപ്പം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ നോക്കി വെക്കുക. അത് നമ്മൾ പഠിച്ചു. ഒന്ന്, ക്വാളിഫിക്കേഷൻ ടെസ്റ്റ്. ഓക്കെ. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവർ ആരായാലും ശരി, അവരെ ഫാമിലിക്ക് ദൈനംദിന ചെലവുകൾക്കുള്ള പണം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് 5 മാസത്തേക്കെങ്കിലുമുള്ള ഒരു പണം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതിലേക്ക് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ. അല്ലാത്ത പണം ചെയ്യിപ്പിക്കരുത്, കുടുംബം പട്ടിണിയാവരുത്. ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ച പോയിന്റ്. രണ്ടാമത്തത് ടൈം അല്ലെ. എന്ത് പഠിച്ചു? 12 മാസത്തിന് ശേഷമെങ്കിലും റിട്ടേൺ കിട്ടുന്നതിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ടൈം ടെസ്റ്റ് അല്ലെ. മൂന്നാമത് നമ്മൾ പഠിച്ച കാര്യം എക്കണോമിക് ഇമ്പാക്ട്. ഈ കിട്ടുന്ന മന്ത്ലി കിട്ടുന്ന പണത്തിൽ വർധനവ് ഉണ്ടാകുമോ? ശ്രദ്ധിക്കുക, എക്കണോമിക് ഇമ്പാക്ട്. കാരണം എന്താ? ചെലവ് കൂടുകയാണ് അല്ലെ. ഇന്ന് നമുക്ക് കിട്ടുന്നത് എക്സാമ്പിൾ അല്ലെ, നമ്മളൊരു റിസോർട്ട് വാങ്ങി അതിന്റെ വാടക 6 ലക്ഷം അല്ലെങ്കിൽ 20,000 ആണ്. ഈ വാടക വർദ്ധിപ്പിക്കാൻ പറ്റുമോ? കാരണം എന്താ? സാധനങ്ങളുടെ വില കൂടുന്നു. അപ്പൊ ചിലപ്പോൾ ഈ കിട്ടുന്ന പണം തികയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങള് ചില ബാങ്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവരെ പെർസെൻറ്റേജ് ഈ 6.5ഉം 8ഉം പറയുന്നത് എത്ര നാളായി? ശരിയാണോ? ബാങ്കിൽ പണം ഇടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ല അഭിലാഷേ, ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ 2 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പ് പെറലാക്കിന് എത്രയാണ്? 6, 7, 8 ഈ റേഞ്ചിലാണ് നിൽക്കണേ. ശരിയല്ലേ? നമ്മുടെ ചെലവ് കൂടുമ്പോഴും എന്തില്ല, നമ്മളുടെ ആ വരവ് വർദ്ധിക്കുന്നില്ല. പറഞ്ഞോ ലിറ്റി. അതിനിടയ്ക്ക് അവിടെ പോയി. ഓക്കെ, അപ്പോ എക്കണോമിക് ഇമ്പാക്ട് എന്തുണ്ട്? റിനി എന്ന് പറഞ്ഞേ. റിനി സാറേ, ബാങ്കിന്റെ ഇൻട്രസ്റ്റ് എവറി ഇയർ കുറഞ്ഞുകൊണ്ടിരിക്കുക, താഴോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ 7% ആവും. 7% പറഞ്ഞാൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 587 രൂപയാണ് കിട്ടുന്നത്. പക്ഷെ 2 വർഷത്തിന് മുമ്പ് അതല്ലായിരുന്നു, 600-ന് മുകളിലുണ്ടായിരുന്നു. ഓരോ ഇയറിലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് ഇൻട്രസ്റ്റ്. അപ്പൊ അഭിലാഷേ, 10 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ എന്നാ കിട്ടും? 10 ലക്ഷം രൂപ ബാങ്കിന്റെ 5,870 രൂപ കിട്ടും. ഇത് 5 കൊല്ലം കഴിഞ്ഞ് തന്നെ ഉള്ളൂ. ഇതാ വ്യത്യാസം. അപ്പൊ 5 കൊല്ലം കഴിഞ്ഞ് പൈസ കിട്ടിയിട്ട് എന്തെങ്കിലും മിഠായി പിടിക്കാൻ പറ്റുമോ? അതാ ചോദ്യം. 5 വർഷം കഴിയുമ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് കൊണ്ട് അവിടെ നോക്കേണ്ടത് എക്കണോമിക് ഇമ്പാക്ട് അല്ലെ. എൻ്റെ കിട്ടുന്ന റിട്ടേണിൽ വർധനവുണ്ടാകുമോ? ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, എക്കണോമിക് ഇമ്പാക്ട്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് പറഞ്ഞു, റീസെയിൽ വാല്യൂ ടെസ്റ്റ്. റീസെയിൽ വാല്യൂ, ഇത് എനിക്ക് വേണ്ട എന്ന് തോന്നി വിൽക്കാൻ പോകുമ്പോൾ പണം, അത് പറഞ്ഞ രീതിയിലുള്ള കൂടുതൽ പണം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? റീസെയിൽ വാല്യൂ ടെസ്റ്റ് അല്ലെ. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ വാങ്ങിയതാണ് ഷഹീന, ലിറ്റി, പിന്നെ അല്ലെ ലീലാമേണ്ടി, ഇവരൊക്കെ മിനിമോൾ മാത്യു ഷെയർ എടുത്ത ആളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ വേണമെങ്കിൽ ഇത് വിറ്റാലും എത്ര രൂപയ്ക്ക് വിൽക്കാം? പറഞ്ഞു. നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ 20-ാം തീയതി മുതൽ 1 കോടിയിലേക്ക് മാറ്റാണ്. പ്രത്യേകിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, 1 കോടി 1 CR. കാരണം ഇനി അധികം വിൽക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് 1 കോടി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ റീസെയിൽ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു. ലിറ്റി, 2 കൊല്ലം കഴിഞ്ഞു എന്തായിരിക്കും റീസെയിൽ വാല്യൂ? 1.5 കോടി രൂപ ആവും സാർ. കാരണം അവിടെ കോമൺ അമ്യൂണിറ്റീസും ചന്ദനമരങ്ങളൊക്കെ വലുതായപ്പോ അതിന്റെ വാല്യൂ വീണ്ടും കൂടി. 3 കൊല്ലം കഴിഞ്ഞു, തുരങ്കപാത വന്നു. കൂടുക അല്ലെ. അങ്ങനെ 4 കൊല്ലം 5 കൊല്ലം അല്ലെ. അപ്പൊ എന്ത് പറ്റി? അതിലുള്ള മരങ്ങൾ വലുതായിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? റീസെയിൽ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല സാറേ, ഇപ്പൊ എയർപോർട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് ഇപ്പൊ നടക്കും. അതിന് വയനാട്ടിൽ അതിന്ന് ചർച്ച നടക്കുന്നുണ്ട് അല്ലെ.
എയർപോർട്ടിനെ സംബന്ധിച്ച് ചർച്ചകൾ വരുന്നുണ്ട് അല്ലേ? അപ്പൊ എയർപോർട്ടും കൂടെ വന്നാലോ? സെറ്റ്. അപ്പൊ അഭിലാഷേ, ഇപ്പൊ നിങ്ങൾ കോട്ടേജിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ ബാങ്കിൽ ഇട്ടാൽ 5 കൊല്ലം കഴിയുമ്പോൾ അവസ്ഥ എന്താ ഒന്ന് പറഞ്ഞേ. ഒന്നുമില്ല സാറേ. ഒരു കാര്യമില്ല അല്ലേ? അപ്പൊ എന്താണ് റീസെയിൽ വാല്യൂ ടെസ്റ്റ്? പറഞ്ഞു സാറേ. സാറേ ബാംഗ്ലൂരിൽ നിന്നുള്ള 6 വരി പാതയും വരുന്നുണ്ട്. അത് വേറെ വരുന്നുണ്ട്, 6 വരിപ്പാത പോരെ. അപ്പൊ എന്തായി റീസെയിൽ? ഇത് നാളെ റീസെയിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാ? അനീഷ കൈവയ്ക്കിയതാണോ? സാർ എയർപോർട്ട് വരുന്നതിന്റെ ന്യൂസ് തന്നെ പറയാൻ വേണ്ടിട്ടാണ് സാറേ. കാരണം അല്ലേ? വയനാട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ടൂറിസ്റ്റുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് വയനാട്ടിൽ വന്നിറങ്ങാൻ പറ്റുന്ന രീതിയിലോട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യെസ്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? അല്ല, ആദ്യത്തെ ടെസ്റ്റ് എന്തായിരുന്നു? ക്വാളിഫിക്കേഷൻ ടെസ്റ്റ്. രണ്ടാമത്തെ ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമുണ്ട്. കസ്റ്റമർ മുമ്പിൽ ചെന്നിട്ട് മണി പോലെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ കസ്റ്റമറെ കണ്ണിങ്ങോട്ട് വിടരും. കൊള്ളാലോ അല്ലെ? അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് കറക്റ്റ് ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ കസ്റ്റമർ വിചാരിക്കും കൊള്ളാലോ സാധനം, നിങ്ങളും കൊള്ളാം, കമ്പനിയും കൊള്ളാം അല്ലെ? അപ്പൊ എന്തായിരുന്നു? 1 ക്വാളിഫിക്കേഷൻ ടെസ്റ്റ്, 2 ടൈം ടെസ്റ്റ്, 3 എക്കണോമിക് എക്കണോമിക് ഇമ്പാക്ട്, 4 റീസെയിൽ വാല്യൂ ടെസ്റ്റ് അല്ലെ? അപ്പൊ ഈ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് സാറേ റീസെയിൽ വാല്യൂ അല്ലെ? നോക്കിയേ, പോയിന്റിന്റെ എണ്ണം കൂട്ടി നോക്കിയേ. റീസെയിൽ വാല്യൂ അല്ലെ? ടൈം അല്ലെ? എക്കണോമിക് ഇമ്പാക്ട്, വില കൂടി, റെന്റ് കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലെ? ഇനി അടുത്തൊരു പോയിന്റ് ആണ് നമ്മൾ റീസെയിൽ വാല്യൂ ടെസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ് പർപ്പസ് ക്ലാരിറ്റി അല്ലെ? നമ്മൾ എന്ത് പറഞ്ഞു സാറേ? സാറിത് വാങ്ങിയാണ്ടല്ല, ഇപ്പൊ എന്റെ മകൻ സ്കൂളിൽ പോകുമ്പോൾ അഭിമാനത്തോടെ പറയുന്നു ഞാനും ഒരു റിസോർട്ടിന്റെ ഓണറാണ് അല്ലെ? എന്റെ മോനും പറയുന്നുണ്ട് ലിറ്റി. അവനിപ്പോ അവിടെ ചെന്നിട്ട് കിങ് കളിക്കുക. ഞാൻ ആരെന്നറിയോ? കാരണം എന്താ? ഇതേ മകന്റെ അച്ഛനായിട്ടുള്ള ഞാൻ വേറെന്തെങ്കിലും അവൻ പറയില്ലായിരുന്നു. അവനക്ക് കാറ്ററിങ്ങും റെസ്റ്റോറൻറ്റും പറയൊക്കെ നാണക്കേടായിരുന്നു. ഇപ്പൊ എന്തായി? റിസോർട്ടിന്റെ ഓണറാ, ലെവല് മാറി അല്ലെ? പർപ്പസ്, എന്തിനു വേണ്ടിയിട്ട് അല്ലെ? പർപ്പസ്. നമ്മൾ എന്താണ് ലൈഫിൽ ഞാൻ എന്തിനത് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു അല്ലെ, നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു അഭിമാനമുണ്ട്. കാശ് കൊടുത്തപ്പോൾ മേടിക്കാൻ കിട്ടാത്തതാ അല്ലെ? എന്തായിരുന്നു? നമ്മൾ ഒരു സമൂഹത്തിൽ വാല്യൂ കിട്ടുന്നവരായിട്ട്. അപ്പൊ എന്തായി? പർപ്പസ് ക്ലാരിറ്റി. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, റെഡ്യൂസ് ഓണർ ഡിപ്പെൻഡൻസി. വാടക കിട്ടാൻ വേണ്ടി ഞാൻ വയനാട്ടിൽ പോയി കിടക്കണോ? അടുത്ത ചോദ്യം അല്ലെ? ഇവിടെ നാട്ടിലൊരു വീടോ ഫ്ലാറ്റോ ഉണ്ടെങ്കിൽ ഇതിന്റെ റെന്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? സന്ധ്യാനീഷ് ഇവിടെ ഉണ്ട? സന്ധ്യാനീഷ് ഒന്ന് കൈവയ്ക്ക് അല്ലെ? നമ്മൾ എന്ത് ചെയ്യണം? ഈ വാടകയ്ക്ക് കൊടുക്കുമ്പോ എഗ്രിമെന്റ് പുതുക്കാൻ സന്ധ്യക്ക് ഓൾറെഡി 2 വീടുണ്ട്. ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് സന്ധ്യ എന്താണ് അത് വാടക കിട്ടാൻ എന്തൊക്കെ ചെയ്യണം? വാടക കിട്ടാനായിട്ട് നമ്മള് 11 മാസത്തെ കരാർ എഴുതണം, എഗ്രിമെന്റ് എഴുതണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കറക്റ്റ് ആയിട്ട് പോയി നോക്കുക അവര് നമ്മുടെ വീട് നോക്കുന്നുണ്ടോ. കാരണം നമ്മൾ കൊടുക്കുമ്പോ ഒരു ടെൻഷനാണ്. റെന്റിന് കൊടുക്കുമ്പോ നമ്മൾ സ്വന്തം വീട് പോലെ ആരും റെന്റിന് വരുന്നവര് നോക്കില്ലല്ലോ. ഇതൊക്കെ ഉണ്ട് വാടക കൊടുക്കുമ്പോ. എന്നാലും വാടക കിട്ടുന്നുണ്ട് എന്ന് പറയാം. അതെ. എത്ര ആ വീട് വിറ്റാൽ ഇപ്പൊ എത്ര കിട്ടും? ഏകദേശം ഒരു 55 ലക്ഷം. ഇപ്പൊ എത്ര വാടക കിട്ടുന്നുണ്ട്? ഞങ്ങൾക്ക് താഴെ മുകളിലുണ്ട് സാർ. രണ്ടും കൂടെ ഒരു 25 കിട്ടുന്നുണ്ട്. ഒരു കൈയടി കൊടുത്ത് 55 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നത് 25,000 രൂപ. എങ്ങനെയുണ്ട് അല്ലെ? അതെന്ത് ചെയ്യണം? ഇവിടെ ആയതുകൊണ്ടാണ് സാറേ, എറണാകുളം കൊച്ചി സൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും കിട്ടുന്നത്. പിന്നെ അതെ, എറണാകുളത്ത് അതിന്റെ പേരില്. അല്ലെങ്കിൽ അതുമില്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെന്താ? അത് സന്ധ്യയും വാടക കറക്റ്റ് കിട്ടുന്നുണ്ടോ? പിന്നെ നടക്കണോ? അത് ഭാഗ്യം അല്ലെ? ചിലത് അതുമില്ല, വാടകയ്ക്ക് വേണ്ടി പിന്നാലെ നടക്കണം. ഇപ്പൊ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ചില ബിരുദന്മാരുണ്ട്. ഓണർ വരുമ്പോ ബാത്റൂമിൽ കയറി ഇല്ലാന്ന് പറയും, ചേട്ടനില്ല. എത്ര പേരുണ്ട് ഇവിടെ? റെന്റിന് വരുമ്പോ പറയും ആൾ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്. കാരണം എന്താ? വാടക കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല അല്ലെ? അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ റിഡ്യൂസ് ഓണർ ഡിപ്പെൻഡൻസി. ഓണർക്ക് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. പറഞ്ഞോ ജീഷ. അതായത് 11 മാസം കഴിഞ്ഞ് വേറെ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അത് പെയിന്റ് അടിക്കണം, മെയിൻ്റെനൻസ് ചെയ്യണം, ഒരുപാട് ചെലവ് വേറെ വരുന്നുണ്ട് സാറേ.
അങ്ങനെ ജീവിക്കുന്ന ഒരാളാ അജീഷ്. കാരണം എന്താ, പെയിന്ററാ അല്ലേ? അപ്പൊ എന്തുണ്ട്, അത് പെയിന്റ് അടിക്കാൻ പോകണം, അത് സെറ്റ് അടുത്തത് വീണ്ടും ചെലവാ. അപ്പൊ ആ കിട്ടുന്ന വാടകയിൽ ഇതും പോകണം. അവര് അവിടെ റെഫ്യൂസ് ചെയ്തിട്ട് എല്ലാ സാധനവും മാക്സിമം നശിപ്പിച്ചിട്ടാണ് പോവുക. പ്ലംബിങ്ങിന്റെ വർക്ക് ഉണ്ടാവും, ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ടാവും, പെയിന്റിങ് വർക്ക് ഉണ്ടാവും, എല്ലാ കബോർഡ്, ഡോറിന്റെ ഹാൻഡിൽ എല്ലാം നശിപ്പിച്ചു വെച്ചിട്ടായിരിക്കും അവര് അത്രയ്ക്ക് റഫായിട്ട് ഉപയോഗിക്കുള്ളൂ. അതൊക്കെ ചെയ്തിട്ട് വേണം അടുത്തൊരാൾക്ക് കൈമാറാൻ. Yes. അപ്പൊ എന്തൊരു ചെലവ് വരും വേറെ. അതെ, അപ്പൊ അത്രയും ചെലവ് വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോകണം അല്ലേ? അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഞങ്ങൾ കുറെ നാളായിട്ട് പുറത്തുണ്ടായിരുന്ന ആൾക്കാരാ. അപ്പൊ അവിടെ നമ്മളൊരു വീട് വേറൊരാൾക്ക് റെന്റിന് കൊടുക്കുന്ന വെച്ചാല് നമ്മൾ മാറുമ്പോ ആ വീട് എന്തൊക്കെ നശിപ്പിച്ചിട്ടുണ്ടോ പെയിന്റ് അടിച്ച് വരെ നമ്മൾ റിട്ടേൺ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഈ അഗ്രിമെന്റിൽ സെപ്പറേറ്റ് എഴുതാറുണ്ട്, ഞങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് വീട് തന്നത് അതുപോലെ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്നുള്ളത്. അപ്പൊ പ്ലംബിങ്ങും പെയിന്റിങ്ങും എല്ലാം ചെയ്തിട്ടേ ഞങ്ങൾ റിട്ടേൺ വാങ്ങിക്കാറുള്ളൂ. ഇല്ലെങ്കിൽ അഡ്വാൻസിന് പിടിക്കും അല്ലേ? ഓക്കെ ഓക്കെ, ശരി. നസീബിത പറഞ്ഞു, മൈക്കാൻ വിടേ. ഞാന് സന്ധ്യ അന്വേഷിച്ച് പറഞ്ഞ ഒരു കൂട്ടിച്ചേർക്കാനായിരുന്നു. എന്താ വെച്ചാൽ നമ്മള് റെന്റിന് കൊടുത്തത് അതും നമ്മള് ഒരു കൊല്ലെത്തുമ്പോ അഗ്രിമെന്റ് എഴുതുമ്പോ എല്ലാ ഇതും ചെയ്തു കൊടുക്കേണ്ടി വരുന്നവർക്ക്. 1,00,000 രൂപയാണ് ഞാൻ എന്റെ വീട് ചെലവാക്കിയത്. ഇപ്പൊ ഇന്നലെ പോയപ്പോണ്ട് ആകെ വൃത്തിയുണ്ടാക്കിട്ടിരിക്കണം, പരിസരം ഒന്നും വൃത്തിയില്ലാണ്ടിട്ടിരിക്കണം. അപ്പൊ 3 വീട് കൊടുത്തിട്ടുണ്ട്. 3 വീടിന്റെ പരിസരം നമ്മ കാശ് കൊടുത്തിട്ട് ഞാളെ നിർത്തിയിട്ട് വേണം ശരിയാക്കണമെങ്കിൽ. അതാണ് അല്ലേ? അപ്പൊ എന്തുണ്ട്, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ എന്തില്ല, റെഡ്യൂസ് ഓണർ ഡിപ്പെൻഡൻസി. അത് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞ ബോസ്. ഇതിനകത്ത് അജീഷേട്ടൻ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാനൊന്ന് ആഡ് ചെയ്യുവാണ്. അജീഷ് ഗുഡ് മോർണിംഗ് ഒരുപാട്. അപ്പം നമ്മള് അജീഷേട്ടൻ ഓൾറെഡി വളരെ സന്തോഷമുണ്ട്. അജീഷേട്ടൻ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരാള് പെയിന്റ് അടിക്കാൻ പോയി. ആ വ്യക്തിയോട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. പുള്ളിയാണെങ്കിൽ ആകെ ഓട്ടമാണ് അത് വാടക പിരിക്കാൻ വേണ്ടി. അത് അജീഷേട്ടൻ കൺവിൻസ് ചെയ്താണ് ഒരാളെ ഫുൾ കോട്ടേജ് ക്ലോസ് ചെയ്ത്. അത് അജീഷേട്ടൻ പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം അതായത് ഒരു വാടകയ്ക്ക് കൊടുത്തിട്ട് സഫോക്കേറ്റ് ചെയ്ത ഒരാളെ രക്ഷപ്പെടുത്തിയ ഒരാളാണ് അജീഷേട്ടൻ. അങ്ങനെ കൂടെ പറയേണ്ടി വരും സാർ. അതൊരു വലിയൊരു കാര്യമല്ല. കാരണം അത് പുള്ളിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ജസ്പെയ്ഡിന് പ്രത്യേകിച്ച് MD ക്ക് സാധിച്ചു. അതുകൊണ്ട് പുള്ളി കണ്ട് ഇപ്പൊ അതെല്ലാം ഡൈലൂട്ട് ചെയ്ത് ഒരു കോട്ടേജോട് എടുക്കണം എന്നുള്ള ഒരു പ്ലാനിലേക്ക് അടുത്ത രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പം അത് നമ്മുടെ കമ്പനിക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ MD-യുടെ മുമ്പിലൊക്കെ ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്നവരെയൊക്കെ കൊണ്ട് പിടിച്ചുകൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ താങ്ക് യു. യെസ് അല്ലേ? അപ്പൊ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ? യെസ്. അപ്പൊ പറഞ്ഞു എന്തൊക്കെയാണ്? ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ശ്രദ്ധിക്കേണ്ട 9 പോയിന്റ്. പോയിന്റ് നമ്പർ 1 ക്വാളിഫിക്കേഷൻ ടെസ്റ്റ്. 2 ടൈം ടെസ്റ്റ്. 3 എക്കണോമിക് ഇമ്പാക്ട് എക്കണോമിക് ഇമ്പാക്ട്. 4 റീസെയിൽ വാല്യൂ ടെസ്റ്റ്. 5 പർപ്പസ് വാല്യൂ ടെസ്റ്റ്. 6 ഓണർ ഡിപ്പെൻഡൻസി. ഓക്കെ. അപ്പൊ ഇത് കറക്റ്റ് സമയത്ത് നമ്മൾ കസ്റ്റമറെ കാണാൻ ചെല്ലുമ്പോൾ ഇതെടുത്ത് പ്രയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അല്ലെ? ഇതൊക്കെ സെറ്റ് ആകുമ്പോൾ മാത്രമാണ് ഇവർക്ക് ശരിയാണല്ലോ ഇങ്ങനെയൊക്കെ ശരി അങ്ങനെയാണ് നമുക്കൊരു കൈ നോക്കാം. അല്ലെങ്കിൽ എന്ത് ചോദിക്കും, എത്ര നിങ്ങൾ കോട്ടേജിന്? 95 ലക്ഷം. ഇത് 30 ലക്ഷം രൂപ ഞങ്ങൾ പണിതരാലോ. ഞാൻ പണിതരാം 30 ലക്ഷം രൂപ. എവിടെയാണ്? അടുത്തതാ. ഈ ചില ആളുകൾ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് വയനാട്ടിൽ 50 സെന്റ് സ്ഥലമുണ്ട്, ഞാനിതുകൊണ്ട് 10 പണിതേക്കാം 5 സെന്റിൽ, എനിക്ക് അത്ര ചിലവൊന്നും വരില്ല. ഇവർക്ക് ഇതിനെ കുറിച്ചിട്ട് യാതൊരു ധാരണ ഉണ്ടാവില്ല. ഇത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള പൈസ മാത്രമേ നോക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കോമൺ അമ്യൂണിറ്റീസോ റോഡ് മറ്റൊന്നും ഇത് വാടകയ്ക്ക് പോകാൻ പറ്റുമോ ഇതൊന്നും ഇവർ ചിന്തിക്കുന്നില്ല അല്ലേ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലോ ഇത് വെരി സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് വിൽക്കാൻ പറ്റും. ഇത് വാടകയ്ക്ക് പറഞ്ഞു അജീഷ. സാറ് ഇപ്പൊ സാറ് പറഞ്ഞ കാര്യം ജോഷി സാറ് അവിടെ കോട്ടേജ് കൊണ്ടുവന്ന് പറഞ്ഞ കാര്യമാണ്. ആൾ എന്നോട് പറഞ്ഞു, അജീഷ ഇതൊക്കെ ശരിക്കും ഒരു 30 ലക്ഷം രൂപ 35 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്ത് തരാം, അതിനുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവിടെ കറക്റ്റ് ആയിട്ട് അതിൽ വരുന്ന കാര്യങ്ങളും ഇന്ന കാര്യങ്ങളും പുറത്ത് കോമൺ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊന്നും നമ്മൾ കമ്പനി വാങ്ങിക്കുന്നില്ല. അതെല്ലാം ഇതിൽ പെടുന്നതാണ്. എല്ലാം നമുക്ക് കോമൺ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഇതാണ്. ഇത്ര കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. എല്ലാം വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം ആളത് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് മനസ്സിലാക്കി. പിന്നെ സാറും കൂടെ വന്ന് സാറ് കറക്റ്റ്
പോയിന്റുകൾ മാത്രം ഒന്ന് പറഞ്ഞപ്പോ സക്സസ് ആയോ? യെസ് യെസ് ഓക്കെ. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകൾക്ക് അറിയില്ല. അതായത് ഒരു ടൂറിസമായിട്ട് കണക്ട് ആകുമ്പോൾ കോമൺ അമ്യൂണിറ്റീസിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലേ? അവിടെ കോമൺ അമ്യൂണിറ്റീസ് വരുന്ന എക്സ്പെൻസ് 40 കോടി രൂപയെ കോമൺ അമ്യൂണിറ്റീസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഇവർ ശ്രദ്ധിക്കുന്നില്ല. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ അവിടെ താമസിക്കാൻ വരൂ അല്ലേ? അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശിവസേട്ടാ പറഞ്ഞു. ഗുഡ് മോർണിംഗ് സാർ. സാർ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒരു അനുഭവം പറയാൻ വേണ്ടി വിളിച്ചതാ. ആ അഡ്വാൻസ് ചെയ്ത് പിടിക്കാന്ന് പറഞ്ഞില്ലേ? ആ വീട് അവർ പോണ സമയത്ത് അഡ്വാൻസ് പിടിക്കാന്ന് പറയില്ലേ? ആ പലരും നമ്മൾ ഈ അഡ്വാൻസ് കഴിയുമ്പോൾ ഒഴിപ്പിച്ചു വിടാറാ മതി. അനുഭവം പറഞ്ഞ ഇപ്പൊ ലൈവ് ഇപ്പൊ കഴിഞ്ഞ അതെ അതെ ഇതിൽ മാറ്റിയിട്ട് വേറെ ആൾക്കാരെ നമ്മളിപ്പോ വെച്ചിട്ടുള്ളൂ. കറക്റ്റ് വേറെ കറക്റ്റ്. വീട് നമുക്ക് കാരണം എന്താ വേറെ വീടുണ്ട്. ആ ചില ബിരുദന്മാരെന്താ ചെയ്യാന്നറിയോ? 11 മാസം തീർന്നേക്ക് മുമ്പ് 3 മാസം വാടക കൊടുക്കൂല. അപ്പൊ എന്തായി? വാടകയിൽ അഡ്വാൻസ് ഇല്ല പിടിക്കാനായിട്ട് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടെ റിഡ്യൂസ് ഓണർ ഡിപ്പെൻഡൻസി. അപ്പൊ ഇതും കൂടി അവർക്ക് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ദെൻ ക്യാഷ് ഇമ്പാക്ട് ടെസ്റ്റ്. അടുത്ത ഏഴാമത്തെ അല്ല എട്ടാമത്തെ എത്ര ഉണ്ട്? ഏഴാമത്തെ അല്ലേ? അല്ലേ? ക്യാഷ് ഇമ്പാക്ട് ടെസ്റ്റ്. ഇത് നമ്മൾ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലേ? ഇപ്പോൾ ഇനി വാടക ഇത് സെറ്റായി വരുമ്പോൾ ഓരോ മാസവും ഇതിൽ നിന്ന് കിട്ടുന്ന 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ വാടക കിട്ടുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ? നമ്മൾ പറഞ്ഞു നമുക്ക് നല്ലൊരു ലൈഫ് നല്ല രീതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 3,33,000 റുപ്യെങ്കിലും നമ്മൾ മാസം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത് വരാൻ പോണത് ഇവിടേക്കാണ് അല്ലേ? ഇതിൽ നിന്ന് കിട്ടുന്ന പണം പിന്നെ എന്ത് ചെയ്യാം? നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. മാത്രമല്ല ഭാവിയിൽ ഇപ്പം ഇവിടെ 60 വയസ്സിനും 70 വയസ്സിനും മുകളിലുള്ള ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ജീവിതത്തിൽ നാളെ ഇത് ഉണ്ടാക്കാൻ പോകുന്നൊരു പ്രതീക്ഷയാണ്. കാരണം എന്താ? എനിക്ക് ആരുടെയും കൈ നീട്ടണ്ട അല്ലേ? ആരെയും കൈ നീട്ടാതെ എൻ്റെ ജീവിത അവസാനം വരെ എനിക്ക് ജീവിക്കാനുള്ളൊരു എമൗണ്ട് അല്ലേ? ആ ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഒന്ന് പറഞ്ഞ മഞ്ജു. ക്യാഷ് ഇമ്പാക്ട് ടെസ്റ്റ്. ലിൻഡു ഒന്ന് പറഞ്ഞ. ലിൻഡു പറഞ്ഞേ, എന്നിട്ട് മഞ്ജു പറയും. ആ യെസ് സർ. അതായത് ക്യാഷ് ഇമ്പാക്ട് ടെസ്റ്റ്, അതായത് സാറ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാളൂടെ കഴിയുമ്പം 2 to 3 lakhs ഒക്കെ ഒരു മാസം വരുമാനം കിട്ടുമ്പോഴേക്കും അവിടെ അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ഇപ്പം നമുക്ക് എപ്പോഴും അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരുണ്ട്. അതിനോടൊപ്പം തന്നെ മക്കളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നവരുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ ഈ ക്യാഷ് വന്നു കഴിയുമ്പോൾ വരാൻ പോകുന്ന മാറ്റങ്ങളെ നോക്കിക്കൊണ്ട് അവരത് ചെയ്തേക്കുന്നത്. അതായത് ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു ചേച്ചി അല്ലെങ്കിൽ ലിറ്റി ചേച്ചിയൊക്കെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സജിത ചേച്ചി, ഗൗതം എന്ന് പറയുന്ന വ്യക്തിയെ സുരക്ഷിതനാക്കാൻ സാർ ഇന്നലെ പറഞ്ഞ കല്യാണ മാർക്കറ്റിൽ അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടി വരും. കല്യാണ മാർക്കറ്റിൽ ഒരു വലിയ വില കിട്ടുന്ന ഒന്ന് തന്നെയാണ് ഒരു റിസോർട്ടിന്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പോ ഈ റിസോർട്ടിന്റെ ഓണറിന് മാസം എത്ര വരുമാനം കിട്ടുന്നു? ലക്ഷങ്ങൾ വരുമാനം കിട്ടുന്നു. എനിക്ക് തോന്നുന്നു 2 കോട്ടേജിലും കൂടെ കൂട്ടിയിട്ട് ഇവരുടെ ആ ഒരു ഷെയർ വെച്ചിട്ട് നോക്കുമ്പോൾ തന്നെ ഏകദേശം 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുമാനം കിട്ടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഗൗതം എന്ന് പറയുന്ന ഇപ്പോ 22 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ ജീവിതത്തിൽ ആ വരാൻ പോകുന്ന മാറ്റങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം. കാരണം ഇനി മുന്നോട്ട് പോകുന്ന കാലത്തിൽ 1 ലക്ഷം രൂപ ഇന്ന് നിലവില് മിക്ക കുടുംബങ്ങൾക്കും, അതായത് സാധാരണഗതിയിൽ പോലും പോകാൻ മിക്ക കുടുംബങ്ങൾക്കും 1 ലക്ഷം രൂപ മാസം വരുമാനം വേണ്ട ഒരു ആവശ്യകത ഉള്ള ഒരു സമയത്തൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഒരു 10 വർഷം വേണ്ട, ഒരു 5 വർഷം വേണ്ട, 2-3 വർഷം കഴിയുമ്പോഴേക്കും അവിടെ അവർക്കുണ്ടാകാൻ പോകുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മാറ്റാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതാണ് അവരുടെ ജീവിതത്തിൽ കാശ് വന്നാൽ കിട്ടാവുന്ന ഗുണം. ഇപ്പം ഉദാഹരണം പറഞ്ഞ അടുത്തൊരു ഉദാഹരണം, അഭിലാഷ് ചേട്ടന്റെ മകൻ മോനു. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇപ്പൊ സ്കൂളിൽ സ്റ്റാർ ആണ്. അപ്പോ ഈ ആ സ്റ്റാർ ആവുന്ന സ്റ്റാർഡം ഒന്നുകൂടെ ഉറപ്പിക്കുന്നതാണ് എന്ത് ഈ കയ്യിൽ കിട്ടാൻ പോകുന്ന ഈ പണം എന്ന് പറയുന്നത്. ദെൻ മഞ്ചേച്ചിയുടെ ഏറ്റവും ഇളയ മോള് ജുവാന,
അവളെ സംബന്ധിച്ചിടത്തോളം അവളൊക്കെ ഒന്ന് കുറച്ചുകൂടെ വലുതായി കഴിയുമ്പം, കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ അവളുടെ ജീവിതത്തിൽ ആ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനെ മഞ്ജു ചേച്ചി വേറെ ഓടി നടക്കേണ്ട കാര്യമില്ല. ചേച്ചി അവിടെ മലേഷ്യയിൽ പോയി കഷ്ടപ്പെട്ട് കിടന്ന് ഉണ്ടാക്കിയ പണം, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന പണമാണ് ചേച്ചി ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് വെറുതെ ഇരുന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോ ചേച്ചിക്ക് കുട്ടികളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാനും പറ്റും. അതാണ് കാശ് ചേച്ചിയുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റം. കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കേണ്ട ചേച്ചി കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റും. അവരുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ഓടി നടന്ന് ലോൺ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതാണ് ക്യാഷ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. സോ ഇത് എല്ലാവരുടെയും കാര്യത്തിൽ, ഇവിടെ കോട്ടേജ് എടുത്തിട്ടുള്ള ബാലേട്ടനെ സംബന്ധിച്ചിടത്തോളം 3 പിള്ളേരാ, അവരുടെ ജീവിതം സുരക്ഷിതമായി. ഇതുപോലെ എല്ലാവരുടെയും മക്കളുടെ കാര്യം, മിനി ആന്റി, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പം നമുക്കറിയാം ലീലാമാൻഡി, മകനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ലീലാമാൻഡി അത് ചെയ്തത്. അപ്പൊ ഒരുപാട് പേര് ഇവരുടെ ജീവിതത്തിൽ ആ ഒരു കാശ് വരുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. സോ അതുകൊണ്ട് തന്നെ ക്യാഷ് ഇമ്പാക്ട് ടെസ്റ്റ്, അതായത് നമ്മളുടെ ജീവിതത്തിൽ ഈ കാശ് വരുമ്പോഴേക്കും എത്രത്തോളം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എന്നുള്ളൊരു ടെസ്റ്റ് നോക്കുമ്പം ഇവിടെ 100 അല്ല 200 അല്ല, എത്ര മാർക്ക് കൊടുത്താലും മതിയാവാത്തത്ര സൂപ്പർവായിട്ടുള്ള ഒരു പ്രൊജക്ട്. കാരണം അത്രയും ഇപ്പം വയനാട്ടിൽ ഇനിയും ഇങ്ങനെയുള്ള ഡെവലപ്മെന്റ്സ് കൂടെ വന്നു കഴിയുമ്പോഴേക്കും എങ്ങനെ ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവിടം വരെ യാത്രയുണ്ട്. പക്ഷേ ഏറ്റവും സിമ്പിൾ ആവുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നമ്മളൊരു പ്രൊജക്ട് തുടങ്ങിയപ്പം അതിലേക്ക് ദൈവം എല്ലാം അടുപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു കമ്പനി. എന്തൊക്കെയാണോ നമ്മൾ തുടങ്ങിയ ആ വർഷം തന്നെ ചന്ദന മരത്തെ പറ്റി ബജറ്റിൽ അവതരണം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അതിനെപ്പറ്റി ഏറ്റവും നല്ല രീതിയിലേക്ക് അത് മാറിക്കഴിഞ്ഞു. അപ്പോ നമ്മൾ ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് തന്നെയാണ്. അത് മാത്രമല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻകം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഇൻകം ആണ് വരാൻ പോകുന്നത്. അവരുടെ ജീവിതത്തിൽ ഈ കാശ് വരുമ്പോൾ, ഈ പണം വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ ഇമ്പാക്ട്, ഒരു വലിയൊരു ആധിപത്യം കാണിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആസ് എ ഇൻവെസ്റ്റർ മഞ്ജുവിന്റെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചുള്ള ചിന്തകൾ എന്താണ്? സാറേ, ഇത് പറയുമ്പോൾ എനിക്ക് ഇപ്പൊ പറയുന്ന ഈ ടോപ്പിക്ക് അന്ന് സാറ് സ്ഥലം മാത്രം എടുത്ത സമയത്ത് എന്റെ മൈൻഡിൽ പോയ കാര്യമാണ്. ഇപ്പൊ സാർ പഠിപ്പിച്ചപ്പോഴാണ് അതിന്റെ മനസ്സിലായി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 12 വർഷം സൗദി വർക്ക് ചെയ്തിട്ട് എനിക്ക് നേടാൻ പറ്റാഞ്ഞത് സാറ് പറഞ്ഞ ആ കാര്യങ്ങൾ, ഇവിടെ കോട്ടേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് വരാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ സാർ അത് പറഞ്ഞപ്പോ ഞാൻ അവിടെ നിന്ന് ഒന്ന് ചിന്തിച്ചപ്പോ, വർക്ക് ചെയ്യാതെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ടും വരുമാനം നേടിക്കൊണ്ടും നമ്മുടെ ലൈഫിനെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ സെറ്റ് ആക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് കോട്ടേജ് ഓണർ ആകാൻ സാധിച്ചത്. അല്ലേ? ഇപ്പൊ എന്റെ ചിന്ത ഇത്രേ ഉള്ളൂ. 2027 150 കോട്ടേജുകള് 365 ദിവസം വാടകയ്ക്ക് കൊടുക്കുന്നു. അല്ലെ? ഞാനിത് നിരന്തരം പറയണെന്തിനാണെന്നറിയോ? ഇത് നിരന്തരം പറയണത്, ഇത് പറയും തോറും പ്രപഞ്ച ശക്തി, അല്ലെ, അതിനുള്ള വഴികൾ കൊണ്ടുതരാം. അല്ലെ? അപ്പൊ ഒന്ന് ആലോചിക്കുക, 150 × 365 × 20,000. ഒന്നുകൂടെ പറയാം, 150 റിസോർട്ടുകൾ, കോട്ടേജുകൾ 365 ദിവസം വാടകയ്ക്ക് കൊടുക്കുന്നു. റെന്റ് 20,000 രൂപ ഈസിക്കൽ ടു 109 കോടി രൂപ സംതിങ്. ഓക്കെ, ഇതിന്റെ 20%, 20 കോടി രൂപ ക്യാഷ് ഇമ്പാക്ട് ടെസ്റ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2027 ഒരു പണിക്കും പോണ്ട. കാരണം എന്താ? 20 കോടി രൂപ ഇതിൽ നിന്ന് വാടകയുടെ പെർസെൻറ്റേജ് കമ്മീഷൻ മാത്രം കമ്പനിക്ക്, അല്ലേ? ക്യാഷ് ഇമ്പാക്ട്. അപ്പൊ ഞാൻ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത്, മക്കളെ നിങ്ങളെല്ലാവരും ഇൻവോൾവ് ചെയ്യാം. ഇത് കറക്റ്റ് ചെയ്ത് നോക്കുക. കാരണം ഇത് നമ്മളെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 20 കോടി രൂപ എന്ന് പറയുമ്പോൾ പെർ മന്ത് എത്ര രൂപയിൽ ഇൻറ്റു 20 കോടി രൂപ ഒരു വർഷത്തെ ഇൻകം എന്ന് പറയുമ്പോൾ സാറേ ടോട്ടൽ 21 കോടി വരും. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ കൂട്ടെ, ഡിവൈഡ് ബൈ 12, 18 ലക്ഷം അല്ല, 1,82,50,000. 1,82,50,000. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10 ലക്ഷം രൂപ മാസം ഉണ്ടാക്കാന്ന് പലരും ഞെട്ടിപ്പോയി, അല്ലെ? അയ്യോ, ഇത് പറ്റുമോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കമ്പനിയുടെ ഇൻകം 2027 തുടങ്ങിയിട്ട് പെർ മന്ത് 1,82,00,000. അതിന് ഞാൻ എടുക്കേണ്ട എഫേർട്ട് എന്താ? അവിടെയാണ് ചോദ്യം. ഞാൻ അതിനോട് എന്ത് ചെയ്യണം? ഒന്നും ചെയ്യുന്നില്ല. കാരണം അവിടെ ഒരു സിസ്റ്റം, അല്ലെ? അവിടെ കുറെ ആൾക്കാരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യങ്ങൾ? ഓക്കെ അല്ല, ശരി, അല്ലെ? അവിടെ എത്തുന്നത് വരെ എന്ത് വേണം? ക്ഷമയോടുകൂടി. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇമോഷണൽ ടെസ്റ്റ്. 9ാമത്താണ് ഇമോഷണൽ. ക്ഷമ വേണം. ഇല്ലാത്തവർക്ക് പറ്റിയ പണിയല്ല ഇത്. അവിടെ എന്ത് വേണം? ക്ഷമയോടുകൂടി, അല്ലെ? ഞാൻ ചിന്തിക്കുകയാണ്, ഇല്ലോ ഇപ്പൊ കിട്ടുന്നില്ലല്ലോ, അങ്ങനെയല്ല.
അല്ലെ നമ്മൾ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ സംഭവിക്കാൻ പോണത് അല്ലെ അവിടെ സംഭവിക്കാൻ പോണത് എന്താ അല്ലെ റിസോർട്ടുകൾ വരുന്നു, അതിന് ഉദ്ഘാടനങ്ങൾ കഴിയുന്നു, എയർപോർട്ട് വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു, അങ്ങനെ മൊത്തത്തില് കേരളത്തെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി നമ്മൾ മാറ്റും അല്ലെ. ഇന്ന് പലരും പല രാജ്യങ്ങളിലേക്ക് വിദേശയാത്ര പോകുന്നുണ്ട് അല്ലെ. ഇതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് എന്തിനു വരണമെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ പറയും ഇന്ത്യയിൽ, കേരളത്തിൽ, വയനാട്ടിൽ അല്ലെ നമ്മുടെ ആ ഒരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി നമ്മൾ മാറ്റും. എങ്ങനെയുണ്ട് അല്ലെ? പക്ഷെ എന്ത് വേണം, അവിടെ നമ്മൾ ക്ഷമയോടുകൂടി തിരക്ക് കൂട്ടാതെ അല്ലെ, നാളെ എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതാവസാനം വരെ കിട്ടാൻ പോകുന്ന ഒന്നാണ്. അവിടെ എന്ത് പാടില്ല. ഇന്നലെ അജിത ബഷീർ ആളെ കൊണ്ടുവന്നിരുന്നു. പുള്ളി എന്താ പറയുന്നറിയോ, എനിക്ക് നാളെ മുതൽ വരുമാനം കിട്ടും. നടക്കില്ല. എനിക്ക് നാളെ മുതൽ ഇൻസ്റ്റന്റ് റെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ തരാം. നോ, ഇത് പണി കഴിഞ്ഞ് സാർ ഒരു കാര്യം ചെയ്തു, ഡിസംബറിൽ വന്നു, അപ്പൊ ബാക്കി ഉണ്ടെങ്കിൽ തരാം, പക്ഷെ റേറ്റ് 1.5 കോടിയാണ്. എങ്ങനെ? ഇപ്പൊ എടുത്താൽ 95 തരാം. ഇതേ സമയം സാർ ഒരു കാര്യം ചെയ്ത് പോയിട്ട് ഡിസംബറിൽ വന്നു, സാറിന് അടുത്ത മാസം വാടക തരാം, ബട്ട് എന്ത് വേണം, ബാക്കി ഉണ്ടെങ്കിൽ തരാം. അല്ലേ ജിനേഷ് പറഞ്ഞു? യെസ് സാർ, പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങള് ഇപ്പോ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത മാസം തൊട്ട് റെന്റ് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോ പല ആളുകൾ അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കാത്തിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇത് തന്നെയാ സാറ് പറയുന്നത്, ഇതേ മറുപടി തന്നെയാണ് ഞാൻ അവരോട് പറയാറുള്ളത്. നിങ്ങളൊരു കാര്യം ചെയ്തോ. അപ്പൊ ജിനേഷ് ഒരു മിനിറ്റ്, അപ്പൊ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു കൊടുക്കണമെന്നറിയോ, നിങ്ങൾക്ക് അടുത്ത മാസം മുതൽ വാടക കിട്ടും, പണി കംപ്ലീറ്റ് ആയിട്ട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 95 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന പെർസെൻറ്റേജും 1.5 കോടിക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന പെർസെൻറ്റേജ് വ്യത്യാസമുണ്ട്. ഇപ്പൊ ചെയ്യണം, അപ്പൊ ചെയ്യണം, അത് കണക്കൂട്ടി കാണിച്ചു കൊടുക്കാം. ക്ലിയർ ആയോ? പോയിന്റ് മനസ്സിലായി പറഞ്ഞ? ആ ജിനേഷ്, 95 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഓഹരി ചിലപ്പോൾ എക്സാമ്പിൾ 2% എന്ന് വിചാരിക്കും. ഇതേ സമയം ഡിസംബറിൽ അവർക്ക് ജനുവരി മാസങ്ങളിൽ വാടക കിട്ടും, പക്ഷേ പെർസെൻറ്റേജ് ലെവൽ ചിലപ്പോൾ 1.5 ഉണ്ടാവുള്ളൂ. ഏതാ ലാഭം? കാലങ്ങളോളം കിട്ടുന്നതാ. ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മറ്റേത് വർഷങ്ങളോളം കിട്ടുന്ന ഒരു സാധനം ഇവിടെ ചെറിയ അറിവില്ലായ്മ കൊണ്ട് കളയവര്. പറഞ്ഞ ജിനേഷ് ബാക്കി. അത് സാറേ, ഞാനപ്പോ എല്ലാവരോടും പറയാറുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധിയുള്ളവര്, വിഷനുള്ള ആളുകൾ ഇതിന്റെ കാഴ്ചപ്പാട് കണ്ടിട്ട് അത് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യും. അവർക്കാണ് ലാഭം കൂടുതൽ കിട്ടുക. അല്ലാത്ത ആളുകൾക്ക് ലാഭം കുറവാണ് കിട്ടുക. നിങ്ങൾക്കപ്പോൾ ഇത് സക്സസ് ആയ ഒരു മോഡലിനെ മേടിക്കാം. മറ്റേത് സക്സസ് ആവുമെന്ന് കണ്ടിട്ട് മേടിക്കാൻ പറ്റുന്ന ആളുകളാണ് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ആളുകൾ. പല ആളുകൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ യൂസഫ് അലിക്കാണെങ്കിൽ പോലും എറണാകുളത്ത് ലുലുമാള് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യമേ കണ്ട വിഷൻ കണ്ടിട്ട് ആ സ്ഥലം മേടിച്ചതിന് ശേഷമാണ് അത് അനൗൺസ് ചെയ്യുന്നത്. അതിന് അന്ന് തുടക്കത്തിൽ യൂസഫ് അലിക്കാടൊപ്പം ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇത് സക്സസ് ആയതിനു ശേഷം ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുണ്ട്. അപ്പൊ അതിൽ രണ്ടിനും മൂല്യം വ്യത്യാസമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സിയാലിന്റെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഷെയർ വാല്യൂ അന്ന് മേടിച്ച ആളുകൾ. ഇപ്പൊ ആ ഷെയർ വാല്യൂ മേടിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, കിട്ടുന്നില്ല അത്. അമ്പിളി പറഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. ഞാനൊരു കാര്യം പറഞ്ഞത്, എന്റെ കൊച്ച് അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുക. അവന്റെ കൂട്ടുകാരോട് അവൻ പറയുന്ന വെച്ചാല്, ഞാൻ ഈ വർഷം ഒരു കാർ മേടിക്കും, ഒരു ട്രാവൽ മേടിക്കും പറഞ്ഞു. അപ്പൊ അവന്റെ കൂട്ടുകാർ പറഞ്ഞ അവർ കളിയാക്കുക, നിനക്ക് അതൊന്നും പറ്റുമല്ലോ, നീ എങ്ങനെ മേടിക്കാം? അന്നേരം അവന്റെ അടുത്ത കൂട്ടുകാരൻ പറയാ, എടാ അവനിപ്പോ റിസോർട്ടിന്റെ ഓണറാ, അവൻ ഈ പ്രാവശ്യം അതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അല്ലെ, അമ്പിളിയുടെ ഹസ്ബൻഡ് ഓട്ടോറിക്ഷ അല്ലേ? അതെ സാർ. അപ്പോ മക്കളുടെ ചിന്തയിൽ വന്ന സംഭവം ആലോചിച്ച് നോക്കിയേ. ക്യാഷ് അല്ലെ, എന്ത് സംഭവിച്ചേ? ഇത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു അച്ഛന്റെ മകന് പറയാൻ പറ്റാത്തത് എന്തായി? ഇപ്പോ അമ്പിളിയുടെ മകന് അഭിമാനത്തോടെ പറയാൻ പറ്റി. അഭിമാനത്തോടെ. എന്താ കാരണം? അല്ലെ, അവരുടെ ചിന്തയിലും മനസ്സിലായി തുടങ്ങി അമ്മ പോണത് വേറെ ലെവലിലേക്കാണ്. അമ്മ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇത്രയും നാളും അച്ഛൻ വരുമാനം കൊണ്ടുവന്ന ആ രീതിയിലേക്കല്ല പോണത്, ഇത് വേറൊരു രീതിയിലേക്ക് മക്കൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി.